നമ്മുടെ നാട്ടിലെ കുരുമുളകും മഞ്ഞളും കാപ്പിയും ഒക്കെ അങ്ങ് UK കയറ്റുമതി ചെയ്യുന്നു. അതും ഒരു ഡ്യൂട്ടി ചാർജും ഇല്ലാതെ. കർഷകരും ഹാപ്പി, പൊതുജനവും ഹാപ്പി. ഇന്ത്യ UK വ്യാപാര കരാർ നിലവിൽ വരുന്നതോടെ വ്യാപാര ലോകത്ത് പുത്തൻ പ്രതീക്ഷകൾ ഉയർന്നു. കഴിഞ്ഞ ജൂലൈ 24-നാണ് ആ ചരിത്ര നിമിഷത്തിന് ലോകം സാക്ഷ്യം വഹിച്ചത്. ഹിസ്റ്റോറിക് ഡേ എന്നാണ് കരാർ ഒപ്പിട്ടതിനു പിന്നാലെ UK പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പറഞ്ഞത്. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഡ്യൂട്ടി ചാർജ് ഇല്ലാതെ കയറ്റുമതി ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് വസ്ത്രങ്ങൾ, ചെരുപ്പ്, കാർഷികോൽപ്പന്നങ്ങൾ, മത്സ്യങ്ങൾ, രത്നാഭരണങ്ങൾ തുടങ്ങിയവ. ഈ സ്വതന്ത്ര വ്യാപാര കരാർ തുറന്നുവെക്കുന്നത് പുതിയ സാധ്യതകളാണ്. ലോകത്തെ 4-മത്തെയും 6-മത്തെയും സാമ്പത്തിക ശക്തികൾ തമ്മിൽ കൈകോർക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? കരാറിൽ ഇന്ത്യക്ക് എന്താണ് നേട്ടം? കർഷകർ ആശങ്കപ്പെടേണ്ടതുണ്ട്. പരിശോധിക്കാം. പ്രധാനമന്ത്രി മോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ ഫലം കണ്ടു. പ്രധാനമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും UK വ്യാപാര വാണിജ്യ സെക്രട്ടറി ജൊനാഥൻ റെനോയും വാണിജ്യ കരാറിൽ ഒപ്പുവെച്ചു. 3 വർഷം നീണ്ട തുടർച്ചയായ ചർച്ചയ്ക്ക് ഒടുവിൽ പരിസമാപ്തി. 2030-നുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 2 ഇരട്ടിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ കയറ്റുമതി മാത്രം 25% വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ നേരിട്ടുള്ള വളർച്ച 20% ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നു. കരാർ അനുസരിച്ച് 99% ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ഒഴിവാക്കിയിരിക്കുകയാണ് UK. ഇതെല്ലാം ഇന്ത്യയിൽ നിന്നും UK കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കല്ല, UK നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ്. ഇന്ത്യൻ മാർക്കറ്റിലെ ആഡംബര കാറുകളിലെ സുൽത്താൻ റോൾസ് റോയ്സ് UK നിർമ്മിത കാറാണെന്ന് നമുക്ക് എല്ലാവർക്കും പരിചിതമായ കാര്യമാണ്. ആ കാർ UK നിന്നും വാങ്ങാൻ 4 കോടി അടുപ്പിച്ചാണ് ചെലവ് വരുന്നതെങ്കിൽ ഇന്ത്യയിൽ അതിന് 7.5 കോടിയിലധികം ചെലവ് വരുമായിരുന്നു. ഇനി അത് കുറയും. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ 110% നിന്ന് 10% കുറയ്ക്കും. UK നിന്നും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 92% ഉൽപ്പന്നങ്ങൾക്കും 90% വരെയാണ് താരിഫ് ലൈൻ കുറയ്ക്കുന്നത്. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ടെക്സ്റ്റൈൽസ്, ചെരുപ്പ്, കാർപ്പറ്റ്, ഓട്ടോമൊബൈൽ പാർട്സ്, സമുദ്രോൽപ്പന്നങ്ങൾ, പഴങ്ങൾ എന്നിവയ്ക്ക് വില കുറയും. തീർന്നില്ല. ബ്രിട്ടനിൽ നിന്നുള്ള വിസ്കി, ശീതള പാനീയങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ചോക്ലേറ്റുകൾ, ബിസ്ക്കറ്റുകൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇനി വില കുറയും. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ തുറന്നുവെക്കുന്നത് പുതിയ സാധ്യതകളാണ്. കൂടാതെ ഇന്ത്യ തങ്ങളുടെ സേവന സമ്പദ് വ്യവസ്ഥയിലെ ചില പ്രധാന മേഖലകൾ UK തുറന്നുകൊടുക്കാൻ ധാരണയായിട്ടുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന UK കമ്പനികൾക്ക് ഇന്ത്യയിൽ ഓഫീസുകൾ തുറക്കാൻ അനുവാദം നൽകുന്നു. അവയെ ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് തുല്യമായി പരിഗണിക്കും. അക്കൗണ്ടിംഗിൽ UK പ്രൊഫഷണൽ യോഗ്യതകൾ അംഗീകരിക്കാൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട്. കൺസൾട്ടൻസി, കമ്പ്യൂട്ടർ സേവനങ്ങൾ, പരിസ്ഥിതി സേവനങ്ങൾ തുടങ്ങിയ മേഖലയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് UK ശാഖകളോ അനുബന്ധ സ്ഥാപനങ്ങളോ തുറക്കാൻ കഴിയും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുരുമുളക്, മഞ്ഞൾ, ജീരകം, അച്ചാർ, മത്സ്യങ്ങൾ തുടങ്ങിയവ ഡ്യൂട്ടി ചാർജ് ഇല്ലാതെ UK കയറ്റുമതി ചെയ്യാനാകും. ഇന്ത്യയിൽ നിന്നും UK 99% സമുദ്രോൽപ്പന്നങ്ങൾക്കും ഡ്യൂട്ടി ഫ്രീ ആയിരിക്കും. കരാർ നിലവിൽ വരുന്നതോടെ ഇന്ത്യയിലും UK നിക്ഷേപങ്ങൾ, തൊഴിലവസരങ്ങൾ എന്നിവ വർദ്ധിക്കും. കർഷകർക്കും വ്യവസായികൾക്കും വരുമാനവും തൊഴിൽ വികസനവും കൂടുതൽ ഉറപ്പാക്കാനാകും. വിപണിയിൽ ഉയർച്ചയും നൽകുന്നു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജോലി സാധ്യതകൾ മെച്ചപ്പെടും. യുവജനങ്ങൾക്കും പുതിയ അവസരങ്ങൾ ലഭിക്കും. ഇന്ത്യയെ $5 ട്രില്യൺ സാമ്പത്തികാവസ്ഥയിലെത്തിക്കാൻ വഴിവെക്കുന്നതാണ് ഈ കരാർ. കയറ്റുമതികളും തൊഴിലവസരങ്ങളും വിദേശ നിക്ഷേപവും സേവന മേഖലയിലുടനീളം ലഭിക്കുന്ന വളർച്ചയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചെങ്കിലും കടമ്പകൾ ഇനിയും താണ്ടാനുണ്ട്. ഇരു രാജ്യങ്ങളുടെയും ക്യാബിനറ്റ് കൂടി ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. അതിന് ഏകദേശം ഇനിയും ഒരു 6 മാസത്തോളം കാലം സമയമെടുക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിപ്ലവകരമായ തുടക്കമാണ്. US-മായും യൂറോപ്യൻ യൂണിയനുമായും ചർച്ചകൾ തുടങ്ങാനിരിക്കെ ഈ കരാർ പ്രധാന നാഴികക്കല്ലായി മാറുമെന്നതിൽ തർക്കമില്ല.